കൊല്ലത്ത് വീണ്ടും ഷിഗല്ല. പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 1.5 ആഴ്ച മുൻപ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്നെത്തിച്ച കുടിവെള്ളത്തിൽ നിന്നായിരുന്നു കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച സ്കൂൾ ഇതുവരെ തുറന്നിട്ടില്ല. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെ ഗുരുതരമായ സംഭവ വികാസങ്ങളാണ് കൊല്ലത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. 7 വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതും സ്കൂളിൽ നിന്നാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സ്കൂളിലെത്തിച്ച കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ആ ഒരു ആരോഗ്യ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്? എന്താണ് അധ്യാപകർ പറയുന്നത്? ഒപ്പം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില അതെങ്ങനെ തുടരുകയാണ്? മറ്റേതെങ്കിലും കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ മനോജ്? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോരുവഴി സ്വദേശിയായിട്ടുള്ള 7 വയസ്സുകാരന് കൂടെ ഈ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. 7-ാം മൈലിലെ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 1.5 ആഴ്ച മുൻപ് ഇതേ സ്കൂളിൽ 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റിരുന്നു. കാരണം അവിടെ വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വെള്ളത്തിലൂടെയാണ് ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റത്. ഈ സ്കൂളിലെ കുഴൽ കിണറിന്റെ പമ്പ് സെറ്റ് തകരാറിലായതോടെ ഈ പുറത്തെ ഏജൻസിയെ വിളിച്ച് 3-ാം തീയതി ഉച്ചയ്ക്ക് ഈ ടാങ്കിൽ വെള്ളം നിറച്ച് കിണറ്റിൽ നിറച്ചിരുന്നു. ഇത് സ്കൂളിലെ ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്ത ശേഷം ടാപ്പുകളിലൂടെ ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വൈകിട്ട് വീട്ടിലെത്തിയ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും വന്നതോടെയാണ് രക്ഷിതാക്കൾ ഇവരെ വിവിധ ആശുപത്രികളിലായി എത്തിച്ചത്. ഈ സ്കൂളിലെ കിണർ, ടാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് ശേഖരിച്ച ജലസാമ്പിളുകളുടെ പരിശോധനയിൽ ഈ ജലത്തിൽ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ അസ്വാഭാവികമായ പല ഘടകങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ജലസാമ്പിളുകൾ ഈ കൊല്ലത്തെ സർക്കാർ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. പാറമടയിലെ വെള്ളം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ടാങ്കുകളിൽ എത്തിച്ച് സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്കൂളിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഈ മലിനജലവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കുട്ടികൾക്ക് അസുഖം വന്നതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. അതിനു പിന്നാലെയാണ് അവിടെ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഷിഗല്ല കൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് പുറത്തുനിന്ന് വെള്ളം എത്തിച്ചു, അത് മലിനമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണം. എന്തായാലും മലിനജലത്തിലൂടെയാണ് ഈ ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. അത് തന്നെയാണ് മനോജ്, ഗുരുതരമായ അനാസ്ഥയാണ് ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പരീക്ഷിക്കണമായിരുന്നു. വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ശുദ്ധജലത്തിൻ്റെ ആ ഒരു തരത്തിലുള്ള ആ ഒരു കൃത്യമായ ക്വാളിറ്റി നിലവാരമൊന്നും ഉറപ്പാക്കാതെയാണോ സ്കൂളുകളിൽ ഇത്തരത്തിൽ കുടിവെള്ളം എത്തിച്ചത് എന്ന കാര്യത്തിലടക്കം അവർ വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും 7 വയസ്സുകാരനാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂളിനെതിരെ ഇതിനു മുൻപും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് എന്നാണ് മനോജ് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.